നമസ്കാരം. വീട്ടമ്മാസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിന്റെ എപ്പിസോഡിലൂടെ അപ്പത്തിനും ഗോതമ്പ് ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കടുക് വറുത്ത ഒരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 മുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 10 അല്ലിയോളം ചുമന്നുള്ളി അതും മിക്സിയുടെ ജാറിൽ തേങ്ങയിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 അരയ്ക്ക് ടീസ്പൂൺ. പിന്നെ ഉപ്പ് പാകത്തിന്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുകയാണ്. പച്ചമുളകൊന്നും അരയ്ക്കേണ്ട. അപ്പോൾ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചമ്മന്തി കടുക് വറുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ചുമന്നുള്ളി ഒരു 2-3 അല്ലി ചുമന്നുള്ളി വട്ടത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, ക്രഷ് ചെയ്ത വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ചതച്ച വെളുത്തുള്ളിയാണ്. ഇതാണ് ഈ ചമ്മന്തിക്ക് ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ ഒരു മണമാണ് ചമ്മന്തിക്ക് വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ കുറച്ച് ചമ്മന്തിയല്ലേ ഉള്ളൂ. അപ്പോൾ ചമ്മന്തിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കറിവേപ്പില ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ ചായക്കടകളിലൊക്കെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ തരുന്ന ഒരു ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു ചമ്മന്തി തന്നെയാണിത് ഉറപ്പായിട്ടും. അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ഒക്കെ കൂടെ അരച്ച് ചമ്മന്തിയാക്കി വെച്ചില്ലേ, അത് നമുക്ക് ഈ കടുക് വറുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ചമ്മന്തിയിലുള്ള വെള്ളം, ഈർപ്പം ഒക്കെ മാറി തുറാന്നാകണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി ആ കടുക് വറുത്തുമായിട്ടൊക്കെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഈ ചമ്മന്തിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഈ ചമ്മന്തിയിലോട്ട് ഇറങ്ങും. അതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. ഇത് നമുക്ക് ദോശയ്ക്കൊന്നും കഴിക്കാൻ കൊള്ളത്തില്ല. ഇത് ശരിക്കും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഗോതമ്പ് ദോശയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഉറപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. താങ്ക് യു.